Yes, welcome back to our physics class. We are discussing with our fifth unit work, energy and power. In the last class, we have discussed with the energy and mainly mechanical energy, and we have said that there are two type of mechanical energy. One is kinetic energy and potential energy. Today we are going to take the topic kinetic energy, that is what do you mean by kinetic energy and the derivation for calculating kinetic energy, etc. കൈനറ്റിക് എനർജീൻ്റെ ഡെഫിനിഷൻ, അതുപോലെ ഡെറിവേഷൻ, അതുമായി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്ന് പറയാൻ വേണ്ടി ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. അതായത് ഇതുപോലെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള പോലെ ഒരു വുഡൻ സർഫസ് എന്തെങ്കിലും ഒന്ന് എടുക്കുക, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ടോയ് കാറും അതുപോലെ ഒരു ബോളും അറേഞ്ച് ചെയ്യുന്നു. ആൻഡ് pull the toy car backward a little and allow it to hit the plastic ball. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടോയ് കാറിനെ ബാക്കിലേക്ക് വലിച്ചു വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് വിടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെസ്, വാട്ട് ഹാപ്പൻ ടു ദി ബോൾ വെൻ മൂവിങ് കാർ ഹിറ്റ് ഇറ്റ്? ഈ ടോയ് കാർ ഇതിന്മേൽ വന്ന് ഹിറ്റ് ചെയ്താൽ ഈ ബോളിന് എന്താണ് സംഭവിക്കുക? യെസ്, ദ ബോൾ മൂവ്സ് ഫോർവേഡ്. ഈ ബോൾ മുന്നിലേക്ക് പോകും അല്ലേ? How did the car get the energy to move the ball forward? ഈ ബോളിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കാറിന് എവിടെ നിന്നാണ് എനർജി കിട്ടിയിട്ടുള്ളത്? യെസ്, ദ കാർ ഗോട്ട് എനർജി ഫ്രം മോഷൻ ഓഫ് ദി ടോയ് കാർ അല്ലേ? ഈ ടോയ് കാറിന് എവിടെ നിന്നാണ് എനർജി കിട്ടിയത്? ഈ ടോയ് കാറിൻ്റെ മോഷൻ കൊണ്ടാണ് ഈ ബോളിനെ ഹിറ്റ് ചെയ്യിക്കാനുള്ള എനർജി കിട്ടിയത്. Which means the car got the ability to do work because of its motion അല്ലേ? ഈ കാറിൻ്റെ മോഷൻ കൊണ്ട് ആ കാറിന് ഒരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടി. ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയത് കൊണ്ടാണ് ആ കാറിന് ആ ബോളിന് മൂവ് ചെയ്യിക്കാനുള്ള എബിലിറ്റി കിട്ടിയത് അല്ലേ? ദിസ് എംപ്ലൈസ് ദാറ്റ് മൂവിങ് ബോഡീസ് പൊസസ് കൈനറ്റിക് എനർജി. ഓക്കെ, അതായത് ഈ കാറിൻ്റെ മോഷൻ കൊണ്ടാണ് ഇവിടെ ഈ കാറിന് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയതും ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കൊണ്ടാണ് അത് ആ ബോളിനെ മൂവ് ചെയ്യിച്ചതും. സോ ഇങ്ങനെ മൂവിങ് ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന എനർജിയെയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കൈനറ്റിക് എനർജി. ഒരു ബോഡിയുടെ മോഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ എഫക്റ്റിംഗ് ദ കൈനറ്റിക് എനർജി. ഇനി നമ്മൾ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ആക്ടിവിറ്റി ഇവിടെ പറയുന്നുണ്ട്. അലോ എ പൗഡർ ടിൻ ടു സ്ലൈഡ് ഡൗൺ ഓവർ എ പോളിഷ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ലെറ്റ് ഇറ്റ് ഹിറ്റ് എ ടോയ് കാർ. ട്രൈ ടു മെഷർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ടോയ് കാർ. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഇൻക്രീസിങ് ദ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് ദെൻ ബൈ ഫില്ലിംഗ് ദ ടിൻ വിത്ത് സാൻഡ്. നമ്മളൊരു പൗഡർ ടിൻ എടുക്കുന്നു, ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ചെരിഞ്ഞിട്ടുള്ള ഒരു പ്ലെയിനിൽ അതിനെ വെക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരു ടോയ് കാറ് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വെക്കുന്നു. എന്നിട്ട് ഈ പൗഡർ ടിന്നിന് നമ്മൾ സ്ലൈഡ് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ എന്താണ്, ഈ പൗഡർ ടിന്ന് ഈ ടോയ് കാറിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ കാറ് കുറച്ച് മൂവ് ചെയ്യും. അതായത് ഈ കാറിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഹൈറ്റ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുക. ഈ ചേരുവ ഒന്നും കൂടി നമ്മളിങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എന്നിട്ട് ഈ പൗഡർ ടിന്നെ നമ്മൾ ഹിറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ ഈ കാറ് ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതിനേക്കാൾ ഒന്നും കൂടി കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഈ കാർ ഒന്നും കൂടി മുന്നിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഈ പൗഡർ ടിന്നിനകത്ത് നമ്മൾ സാൻഡോ മണ്ണോ എന്തെങ്കിലും നിറച്ചിട്ട് വീണ്ടും ഇതിനെ ഹിറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഈ കാർ എന്ത് ചെയ്യും, ഒന്നും കൂടി കൂടുതൽ മൂവ് ചെയ്യാൻ നോക്കും. ഫസ്റ്റ് കേസിലുള്ളതിനേക്കാൾ സെക്കൻഡ് ആൻഡ് തേർഡ് കേസിൽ ഈ കാറിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, സോ ഈ ആക്ടിവിറ്റിയിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ, the displacement of the toy car is greater when it is hit by the powder filled with sand. ഓക്കെ, അപ്പോൾ നമ്മൾ സാൻഡ് നിറച്ചിട്ടുള്ള പൗഡർ ടിന്നിനെ ഹിറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന സമയത്താണ് ഈ കാറിന് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ വെൻ ഇറ്റ് ഈസ് ഡ്രോപ്പ് ഫ്രം എ ഗ്രേറ്റർ ഹൈറ്റ്. നമ്മൾ കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഇതിനെ ഡ്രോപ്പ് ചെയ്യാൻ അനുവദിച്ചാൽ കഴിഞ്ഞാലും ഈ ടോയ് കാറിന് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൗഡർ ടിന്നിനെ മൂവ് ചെയ്യാനുള്ള എന്ത് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ടാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം അവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തതാണ്. ആൻഡ് സാൻഡ് ഫില്ല് ചെയ്ത ടിന്നിനെ നമ്മൾ ഹിറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന സമയത്ത് അവിടെ പൗഡർ ടിന്നിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം മാസ് ഇൻക്രീസ് ചെയ്തപ്പോഴും എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാറ് കൂടുതൽ ദൂരം മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വണ് വെലോസിറ്റി ആണെന്ന് പറയാം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാസ്. ഓക്കെ, അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാസും ഒന്ന് വെലോസിറ്റിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനിൽ മാസിൻ്റെയും വെലോസിറ്റിൻ്റെയും ഒരു ടേംസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. Let F be the force exerted on the toy car by the powder tin and S its displacement. ഇവിടെ ടോയ് കാറിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഫോഴ്സ് എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫും അതുപോലെ അതിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എസുമാണെങ്കിൽ ഇഫ് ദ വെലോസിറ്റി ഓഫ് ദി കാർ ചേഞ്ചസ് വി ഓൺ ബീങ് ഹിറ്റ് ബൈ ദ ടിൻ, ഈ കാറിൻ്റെ വെലോസിറ്റി വി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ പൗഡർ ടിൻ ഈസ് W is equal to F into S, നമുക്കറിയാം അല്ലേ. Then since from the second law we know that F is equal to MA. ഇനി നമ്മൾ എന്താണ് വർക്കിൻ്റെ ഇക്വേഷനിൽ എഫിന് പകരം MA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് വർക്ക് ഇസ് ഈക്വൽ ടു MAS. ഒന്നുമില്ല, FSൽ എഫ് MA ആണെന്നറിയാം, അപ്പോൾ MAS. As per the second equation of motion, V square equal to U square plus 2AS. Here U is the initial velocity is taken as 0. That is the initial velocity of the car is 0. So V square is equal to 2AS. ഇനി ASനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് V square തൊട്ടിപ്പുറത്തുണ്ട്, അത് ഇൻറ്റു 2 കിടക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ, അതൊന്ന് തിരിച്ച് എഴുതിയെന്നുള്ളൂ. AS ഈക്വൽ ടു V square by 2. So in W is equal to MAS if we replace AS with V square by 2. ഇനി നമ്മളിപ്പോൾ ASന് V square by 2 എന്ന് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ W is equal to MAS എന്നുള്ള ഇക്വേഷനിൽ ASന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, V square by 2 എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് W is equal to MV square by 2. ദാറ്റ് ഈസ് അതിനൊന്ന് റീഅറേഞ്ച് എഴുതിയതാണ് ഹാഫ് MV square. W is equal to half MV square എന്ന് കിട്ടി. This work is the magnitude of kinetic energy received by the car. അതായത് ഇത് പൗഡർ ടിന്നിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ. ഈ വർക്കാണ് പിന്നെ ഈ കാറിൻ്റെ മോഷനുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അല്ലേ. അതായത് വർക്കും എനർജിയും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് അർത്ഥം. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടിൻ്റെയും യൂണിറ്റും സെയിം ആണ്. സോ ഇതാണ് എന്ത്, ദ വർക്ക് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി റിസീവ് ബൈ ദ കാർ. ദാറ്റ് ഈസ് പൗഡർ ടിന്ന് ചെയ്തിട്ടുള്ള ഈ വർക്കാണ് പിന്നെ ഈ കാറിൻ്റെ മോഷനുള്ള എനർജി ആയിട്ട് മാറുന്നത്. സോ
kinetic energy of the car K is equal to half mv square. Okay, that is, when a body of mass m moves with a velocity v, its kinetic energy will be K is equal to half mv square. അപ്പോൾ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് മാസും ഒന്ന് വെലോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ടേംസിൽ തന്നെയാണ് കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് K is equal to half mv square. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലമാണ് എക്സാമിനൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A man having a mass of 70 kg is riding a scooter of mass 80 kg. What will be the total kinetic energy if the velocity of the scooter is 10 meter per second? Here, സ്കൂട്ടറിൻ്റെ മുകളിലാണ് റൈഡ് ചെയ്യുന്ന ആളിരിക്കുക അല്ലേ. അപ്പം നമ്മൾ മാസ് എടുക്കുന്ന സമയത്ത് ആ മാനിൻ്റെ മാസും അതുപോലെ തന്നെ ആ സ്കൂട്ടറിൻ്റെ മാസും ടോട്ടൽ ചെയ്യണം. സോ 70 kg പ്ലസ് 80 kg is equal to 150 kg എന്ന് കിട്ടി. ആൻഡ് v is equal to 10 meter per second ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ കൈനറ്റിക് എനർജി K is equal to half mv square എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 150 ഇൻറ്റു 10 സ്ക്വയർ, 10 സ്ക്വയർ എന്ന് വരും 100 എന്ന് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു 150 ഇൻറ്റു 10 സ്ക്വയർ 100. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ 115 ടൂം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 115ൻ്റെ പകുതി എത്രയാണ്, 75 അല്ലേ. ദെൻ 75 ഇൻറ്റു 100 എന്താണ്, 7500 ജൂൾ. ഓക്കെ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇതിനെ കിലോ ജൂൾക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7.5 കിലോ ജൂൾ. കിലോ ജൂൾക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക, ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car of mass 1500 kg is moving with a velocity of 20 meter per second. What will be its kinetic energy? അപ്പോൾ ഇവിടെ mass is equal to 1500 kg ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ v is equal to 20 meter per second ആണെന്നും തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി K is equal to half mv square, that is half into 1500 into 20 square, that is half into 1500 into 400. ഇനി നമുക്ക് ഈ 2നും 400 അല്ലെങ്കിൽ ഈ 2നും 1000 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 400/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 200 അല്ലേ. 400ൻ്റെ പകുതി 200. അപ്പോൾ ഇനി ബാക്കി ഉണ്ടാവുന്നത് നമുക്ക് 1500 ഇൻറ്റു 200 ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സീറോസ് അവിടെ നിർത്തിയിട്ട് 15 ഇൻറ്റു 2, 15 ഇൻറ്റു 2 എത്ര വരിക, 30 അല്ലേ. 30, ബാക്കി എത്ര സീറോസ് ഉണ്ട്, 4 സീറോസ്, 1 2 3 4. ഓക്കെ, അപ്പോൾ 3 lakhs ജൂളാണ് നമുക്ക് കിട്ടുക. അതിന് കിലോ ജൂൾക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ അതായത് കിലോ ജൂൾക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 300 കിലോ ജൂൾ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, 300 കിലോ ജൂൾ. Question. A boy of mass 50 kg is riding a bicycle with a speed 2 meter per second. The bicycle has a mass of 10 kg. Calculate the total kinetic energy. ഇവിടെ നമ്മൾ മാസ് എടുക്കുന്ന സമയത്ത് ബോയിൻ്റെ മാസ് പ്ലസ് സൈക്കിളിൻ്റെ മാസ് അല്ലേ. അപ്പോൾ 60 kg എന്നാണ് മാസ് വരുന്നത്. ദെൻ v ഈക്വൽ ടു 2 meter per second ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി K ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 60 അല്ലേ. 60 ഇൻറ്റു v സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു 60 ഇൻറ്റു 4. അപ്പോൾ ഈ 4ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പോൾ 2, അപ്പോൾ 60 ഇൻറ്റു 2 എന്നാണ് ആൻസർ കിട്ടുക. 120 ജൂൾ എന്നാണ് ആൻസർ. ഓക്കെ.
ക്വസ്റ്റ്യൻ കണ്ടോ, വെൻ എ ബോഡീസ് ആർ അറ്റ് റെസ്റ്റ് ഡോണ്ട് ദേ പൊസസ് എനർജി. അപ്പോൾ റെസ്റ്റിലാവുന്ന സമയത്ത് അവ എനർജി പൊസസ് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇല്ല അല്ലേ, കാരണം എന്താണ്, അപ്പോൾ അവിടെ വർക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മളവിടെ വർക്ക് ഉണ്ടായി എന്ന് പറയുള്ളൂ അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എന്താണ്, 0 ആണെങ്കിൽ എനർജി ഓൾസോ എന്തായിരിക്കും, 0 ആയിരിക്കും റെസ്റ്റിലാവുന്ന സമയത്ത്. ദാറ്റ് ഈസ് ദർ ഈസ് നോ എനർജി. നെക്സ്റ്റ് ടോപ്പിക്, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും അതുപോലെ ഫൈനൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷനാണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് an object of mass m moves with a velocity u. When a force is applied in the direction of motion, its acceleration becomes a if s is the displacement of the object in the direction of force. അതായത് എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിലുണ്ടായിട്ടുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇങ്ങനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇഫ് സോ വി ഹാവ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം എ എസ്. നമ്മൾ കഴിഞ്ഞ് ചെയ്ത പോലെ തന്നെ. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് മോഷൻ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. Then v square minus u square is equal to 2as. അതിൽ നിന്ന് a is equal to v square minus u square by 2s. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ w is equal to mas എന്ന ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് m ഇവിടെ എഴുതി, എക്ക് പകരം എം എ എസിൽ എക്ക് പകരം വി സ്ക്വയർ, ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s ഇൻറ്റു എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എസ്സും എസ്സും എന്ത് ചെയ്തു, കട്ട് ചെയ്തു പോയി. ഓക്കെ, കട്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബൈ എസ് എന്താ, 1 ആണ്. അപ്പോൾ ഏത് സംഖ്യനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സംഖ്യനെ. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 തന്നെ. ഓക്കെ, so we get w is equal to m into v square minus u square by 2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും അതുപോലെ ഫൈനൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വർക്ക് ഡൺ ബൈ ദ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളുടെയും ഫലമായിട്ടുണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇനി അതിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എ ബോഡി ഓഫ് മാസ് 2 kg is kept at rest if force of 5 Newton is applied on it for 10 seconds. What will be the work done? Here മാസ് നമുക്ക് തന്നിട്ടുണ്ട് 2 kg, F is equal to 5 Newton and T is equal to 10 second and U is equal to 10 meter per second. And work energy principle യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. W is equal to half mv square minus half mu square. U is the initial velocity and F is equal to ma. അപ്പോൾ നമുക്ക് ഈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൽ ഒരു ടേം നമുക്ക് അറിയില്ല, അതായത് വി എന്ന ടേം അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് എക്കുള്ള ഇക്വേഷൻ ആദ്യം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എഫ് ബൈ എം. ദാറ്റ് ഈസ് ഫോഴ്സ് തന്നിട്ടുണ്ട് 5/2, എം തന്നിട്ടുണ്ട് 2. അപ്പോൾ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടി.
ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ v = u + at. ആ ഇക്വേഷനിൽ ഈ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 u എന്ന് പറയുന്നത് 0 പ്ലസ് എ എന്ന് പറയുന്നത് 2.5 നമ്മളിപ്പോൾ കണ്ടെത്തി. ദെൻ ഇൻറ്റു 10 t നമുക്ക് തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. അപ്പോൾ നമുക്ക് 25 മീറ്റർ/സെക്കൻഡ് ആണ് v എന്ന് കിട്ടി. ഓക്കെ, 2.5 × 10 25. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ½ mv² - ½ mu². ½ ഇൻറ്റു m 2 ആണെന്നറിയാം. v² ഇപ്പോൾ 25 ആണ് v എന്ന് നമ്മൾ കണ്ടെത്തി. ദെൻ v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 25. ഓക്കെ, ദെൻ -½ mu². u എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. സോ പിന്നുള്ളത് ½ mv² ടേംസ് മാത്രമാണ്. അതായത് ½ × 2 × 25 സ്ക്വയർ. 25 സ്ക്വയർ ആണ് ഇവിടെ 25 × 25 എന്ന് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ½ × 2 × 25 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625. ഇനി എന്ത് ചെയ്യുന്നു, ഈ 2ഉം ഈ 2ഉം നമ്മൾ കട്ട് ചെയ്യുന്നു. അതായത് 2/2 എന്നാണ്. അപ്പോൾ 1 × 625 എത്രയാണ് ആൻസർ, 625 ജൂൾ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിസിക്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എല്ലാ ഇക്വേഷൻസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻസ് ആണ് ഇത്. അതുപോലെ തന്നെ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത v² = u² + 2ac ആ ഇക്വേഷനൊക്കെ. അപ്പോൾ നന്നായിട്ട് പ്രോബ്ലം നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കണം. എക്സാമിനൊക്കെ നിങ്ങൾ പ്രോബ്ലം തരുന്ന സമയത്ത് നിങ്ങൾ ആരും അത് അറ്റൻഡ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ 1-2 പേര് മാത്രമേ അറ്റൻഡ് ചെയ്യുന്നു. ആ പ്രശ്നം നിങ്ങൾ ചെയ്ത് പഠിക്കാത്തതാണ്. സിമ്പിളാണ്, തന്നിട്ടുള്ള ടേംസ് എടുത്ത് എഴുതുക. ഏത് ഇക്വേഷനാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് എഴുതുക. ആ ടേംസ് അതിൽ അപ്ലൈ ചെയ്യുക. ചില ടേംസ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, today we have discussed the topics kinetic energy and work energy principle. So I am going to wind up today's class. Thank you.